ഉപ്പും മൂഞ്ചി, മുളകും മൂഞ്ചി, അരയ്ക്കാൻ മൂഞ്ചി, തേങ്ങ മൂഞ്ചി, പടം കണ്ട ഞാനും മൂഞ്ചി. അല്ലാതെ ഞാനെന്തൊരു പറയാ ഏട്ട ഉള്ളതുകൊണ്ടാണ് വന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും വരും ഇത്ര. ഇല്ല അത് കിട്ടൂല. ബാക്കിയുള്ളവർ ഊക്ക് മേടിച്ചു. ഒട്ടും മറക്കാനില്ല. 160 രൂപ വെറുതെ പോയി. ആഘോഷരാവ് ലാലേട്ട ഏറിൽ തന്നെ OTT റിലീസിന് ശേഷം പാനിന്റെ മലം കൾട്ട് എൻ്റെ അമ്മോ സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ സീരിയൽ, ഭക്തി സീരിയലിനെ ക്രിഞ്ച് ഫെസ്റ്റിവൽ ആക്കി വെച്ചിട്ടുണ്ട്. ലാലേട്ട ഏറെ തന്നെ തുടരത്തിന് ശേഷം ഒന്ന് ടോപ്പിൽ പോയതാണ്. ഇനി OTTക്ക് ശേഷം ട്രോളന്മാർക്ക് ആഘോഷരാവ്. എഡിറ്റിംഗ് വരാൻ ഷോക്കാണ്. ഇവർ ചുമ്മാ ഷൂട്ട് ചെയ്തത് കളർ ചെയ്തെന്ന് ചെയ്താൽ ചുമ്മാ എടുത്ത് ഇറക്കിയിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇവർക്ക് ബഡ്ജറ്റിന്റെ വിലയെന്ന് പറഞ്ഞാൽ നമ്മളെ ഇതൊക്കെ കിട്ടിയെങ്കിൽ നല്ലൊരു സാധനം ഇറക്കിയിരുന്നു. ഏട്ട ഉള്ളതുകൊണ്ടാണ് വന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും വരും ഇത്ര. ഇത് 200 കോടി ബഡ്ജറ്റ് വെച്ചേക്കാണ്, 50 കോടി അടിക്കൂല. ഉള്ള കാര്യം പറയാം. അത് മാത്രമാണ് പിന്നെയും ഭേദമായിട്ടുള്ളത്, അത് മാത്രമാണ്. അല്ലാണ്ട് നോക്കിയാൽ മൊത്തത്തിൽ മോശം. ഇല്ല അത് കിട്ടൂല. ബാക്കിയുള്ളവർ ഊക്ക് മേടിച്ചു. ഫസ്റ്റ് ഹാഫ് തന്നെ ഏറ്റവും ഭയങ്കര കോമഡിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൽ തന്നെ ഈ റൊമാൻറ്റിക്കിൽ വരുമ്പോൾ തന്നെ നടൻ വന്നിട്ട് പറയും, ഞാൻ ഒരു തട്ട് തട്ടുമ്പോൾ നീ എനിക്ക് വെള്ളം തരണം, ഞാൻ രണ്ടാമത്തെ തട്ട് തരുമ്പോൾ നീ എനിക്ക് ആഹാരം തരണം, ഞാൻ മൂന്നാമത്തെ തട്ട് തരുമ്പോൾ നീ എനിക്കൊരു ഉമ്മ തരണം. ഇതൊക്കെ വൻ കോമഡി ആയിപ്പോയി ബ്രോ. ഇതൊക്കെ റൊമാൻറ്റിക്കിലൊക്കെ പടത്തിൻ്റെ ഇതിൽ ഏറ്റവും വലിയ മോശം എന്ന് പറയുന്നത് ഡബ്ബിങ് വെറും മോശം എന്ന് വെച്ചാൽ വെറും മോശം. ഇതിനെങ്ങാട്ട് എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ഡബ് ചെയ്യുമായിരുന്നല്ലേ. എന്തോന്നൊരു ഒരു ശബ്ദം ഗാംഭീര്യം. നായകനായിട്ട് വന്ന ആ നായകനൊരു ബിൽഡപ്പ് കൊടുക്കണമെങ്കിൽ ശബ്ദം വേണം. പ്രഭാസിൻ്റെ ഒക്കെ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഡബ്ബിങ് കേട്ടിട്ടുണ്ടല്ലോ, നല്ല ശബ്ദ ഗാംഭീര്യം തന്നെയല്ലേ. ഇതെന്തരടേ, ഒരു അവിയലും ഇല്ല. ലാലേട്ടൻ കുറച്ച് സമയമേ ഉള്ളൂ വന്ന്, പുള്ളിയുടെ ആ ഒരു രീതി വന്ന് ചെയ്തിട്ട് പുള്ളി അതങ്ങ് പോയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ലാലേട്ടൻ നമ്മൾ ഒരുപാട് ഫൈറ്റ് അങ്ങനെ ഒരു ചെറിയൊരു സംഭവമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചത്, പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഇത് ശിവപുരാണം എന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കളിയാക്കി പറയാനില്ല. ഉപ്പും മൂഞ്ചി, മുളകും മൂഞ്ചി, അരയ്ക്കാൻ മൂഞ്ചി, തേങ്ങ മൂഞ്ചി, പടം കണ്ട ഞാനും മൂഞ്ചി. അല്ലാതെ ഞാനെന്തൊരു പറയാ. ഒട്ടും മറക്കാനില്ല. 160 രൂപ വെറുതെ പോയി. പ്രഭാസമുണ്ട്, അക്ഷയ് കുമാറുണ്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒന്നുമില്ല വെറുതെ സീരിയൽ എടുത്ത പോലെ ഉണ്ട്. സീരിയൽ ഇതിനെക്കാട്ടി ഭേദമില്ല. ഏഷ്യാജിലുള്ള പരസ്യമെങ്കിലും ഉണ്ട്. ഇതാണെങ്കിൽ മൊത്തമായിട്ട് അവതാരം വെറുതെ വെള്ളം കുടിച്ച് പോക്കം കഴിച്ച് ഇങ്ങനെ കണ്ട് ആവശ്യമില്ലാത്ത കുറേ ക്രിഞ്ച് റൊമാൻസ് സീന് കുത്തി കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പടം ലെങ്തി ആയിട്ട് ഒരു 3 മണിക്കൂർ പോകുന്നുണ്ട്. ആ സീനൊക്കെ കുറച്ചൊന്ന് ട്രിം ചെയ്ത് എഡിറ്റ് ചെയ്ത് കുറച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി പടം ബെറ്ററായി വന്നേനെ. പ്രവാസൊക്കെ അടിപൊളിയാണ്. ലാലേട്ടൻ അടിപൊളിയാണ്. ലാലേട്ടൻ റോള് ഭയങ്കര ചെറുതാണ്, ചെറിയൊരു ക്യാമിയോ റോളാണ്. നമ്മളത് കണ്ടു കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി ഉണ്ട്. അത് കഴിയുമ്പോൾ വീണ്ടും ലാലേട്ടൻ വരും, അല്ലെങ്കിൽ ലാലേട്ടൻ റോൾ ഉണ്ടെന്ന് പ്രതീക്ഷിക്കും. പക്ഷേ ഇല്ല, ചെറിയ റോളാണ്. അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു. ഏതാ കൊള്ളാം, അടിപൊളിയായിട്ട് പ്രവാസം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രവാസം അവരെല്ലാം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ബാഹുബലി അങ്ങനെ ഒരു ഫീലില്ല. ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ചെയ്തു. മാക്സിമം അവർ BFX അത് ചെയ്തിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ചെയ്തു. പ്രവാസം കൊള്ളാം. സിനിമയുടെ ക്ലൈമാക്സ് ഒരു 10 മിനിറ്റാണ്. സിനിമ ഒരു അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കരുത്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ശോകമാണ്. അങ്ങനെ ഫുൾ കോപ്പി അടി, ഡബിങ് ഒക്കെ വൻ ശോകം. മലയാളം ഡബിങ് കാണരുത്.